അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റഡി വ്ലോഗാണ്. ഇന്നിപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഞാൻ താമസിച്ചാണ് എണീറ്റത്. പിന്നെ എണീറ്റ് ഫ്രഷൊക്കെ ആയതിനു ശേഷം ഉടനെ പഠിക്കാനൊന്നും ഇരുന്നില്ല. കുറച്ച് നേരം റീലൊക്കെ കണ്ടിരുന്നു. ഇപ്പോൾ സമയം ഏകദേശം 10 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളതൊക്കെ നോക്കാം. സത്യം പറഞ്ഞാൽ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല കേട്ടോ. ഇന്ന് എന്താ പഠിക്കേണ്ടത്, അങ്ങനെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഇരിക്കുന്നത്. പക്ഷേ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇനി ഒന്ന് ഡിസൈഡ് ആക്കിയിട്ട് പഠിച്ചു തുടങ്ങാം. ഗൈസ്, അപ്പോൾ ഞാൻ ഡെയിലി പ്ലാനർ എടുക്കാൻ വേണ്ടി പോയ സമയത്താണ് എൻ്റെ ഈ ഒരു ഡയറി കാണുന്നത്. ഡയറി എഴുത്തൊന്നുമല്ല കേട്ടോ, ന്യൂ ഇയർ റെസൊല്യൂഷൻസ് അങ്ങനത്തെ ഒരു പരിപാടി ഞാൻ ചെയ്തേ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ 2025 ആയപ്പോൾ എനിക്കൊരു പുതുമ തോന്നി. അതായത് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന്. അങ്ങനെ ഞാൻ ഒരു 6 റെസൊല്യൂഷൻ സെറ്റാക്കി. ഇത് ബാക്കിയുള്ളവർക്ക് കാണുമ്പോൾ അത്ര വലിയ റെസൊല്യൂഷൻസ് ആയിട്ട് തോന്നുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കിതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ ഒരു സന്തോഷ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ 6 5 ഞാനിപ്പോൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഒരെണ്ണം ഉണ്ട്, അതൊരു പാർഷ്യൽ സ്റ്റേജിലാണ് നിൽക്കുന്നത്. അത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ അതും കൂടെ കംപ്ലീറ്റ് ആവുമായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സന്തോഷം. മെയിനായിട്ട് എന്താണെന്ന് അറിയോ, നമ്മൾ ഒരു വർഷം കൊണ്ട് തീർക്കണമെന്ന് വിചാരിച്ച പല ആഗ്രഹങ്ങളും നമ്മൾ ഒരു വർഷത്തിൻ്റെ പകുതി കറക്റ്റ് 6 മാസം ആകുമ്പോൾ നമ്മുടെ കയ്യിൽ കംപ്ലീറ്റ് ആയി കിട്ടുക എന്ന് പറയുമ്പോൾ ഐ എം സോ ഹാപ്പി. ബിക്കോസ് ഞാൻ ഈ റെസൊല്യൂഷൻസൊന്നും എടുക്കാത്തത് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഈ റെസൊല്യൂഷൻസൊന്നും എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, പിന്നെയും അധോഗതി പഴയ പോലെ തന്നെ ആവുന്നു. പക്ഷേ എൻ്റെ കാര്യത്തിൽ അങ്ങനെ വന്നില്ല. 28/6/2025. അപ്പോൾ ഇന്ന് എന്തൊക്കെ പഠിക്കാമെന്ന് നമുക്ക് പ്ലാൻ ചെയ്യാം. ബയോളജിയിൽ ബോട്ടണി സെക്ഷൽ റീപ്രൊഡക്ഷൻ ആ ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. പിന്നെ സുവോളജി, അതിൽ നിന്ന് വരുന്നതിൽ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹെറിറ്റൻസ് ഉണ്ടല്ലോ, ആ ഒരു ചാപ്റ്റർ നോക്കാനുണ്ട്. ഇതൊക്കെ യൂണിറ്റ് ടെസ്റ്റിൻ്റെ പോർഷൻ തന്നെയാണ് കേട്ടോ. പിന്നെ മാത്സിൽ മാട്രിക്സ്, ഇംഗ്ലീഷിൽ ഫസ്റ്റ് 2 യൂണിറ്റ് എനി വുമനും പിന്നെ 3 L's ഓഫ് എംപവർമെൻറ്റ്. ഫിസിക്സും കെമിസ്ട്രിയും നാളെ പഠിക്കാം കേട്ടോ. ഇപ്പം തന്നെ 3ഉം 2ഉം പിന്നെ മലയാളമാണുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു മലയാളം കൂടി ഇന്ന് തന്നെ നോക്കാം. മലയാളം നമുക്ക് ആകത്തൊരു പാഠം മാത്രമേ ഉള്ളൂ. അപ്പോൾ മലയാളം ഈ ഒരു 4 ചാപ്റ്റർ ഇന്ന് പഠിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. 4 ചാപ്റ്ററിന് 4 സബ്ജക്റ്റ് ഇന്ന് നോക്കി വെക്കാം. നാളെ ഫിസിക്സും കെമിസ്ട്രിയും നോക്കാം. നമുക്ക് മൺഡേ ഒരു ദിവസം കൂടെ കഴിഞ്ഞ് ട്യൂസ്ഡേ ജൂലൈ 1 തൊട്ടാണ് യൂണിറ്റ് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള പോർഷൻസ് ഇപ്പോഴേ ഒന്ന് പഠിച്ച് വെച്ചാൽ ആ ടൈം അത്ര ഇഷ്യൂ വരത്തില്ല. നോട്ട് നോക്കി തന്നെയാണ് കേട്ടോ ഇന്ന് ബയോളജി പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ബോട്ടണി ഇത് ഞങ്ങളുടെ സ്കൂളിലെ നോട്ടാണ്. ടീച്ചർ എല്ലാം ഇൻഡെപ്തി തരുന്നതുകൊണ്ട് ഞാൻ ഈ നോട്ട് നോക്കി തന്നെ പഠിക്കാറില്ല. പിന്നെ ഫിഗേഴ്സും കാര്യങ്ങളും കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടി ടെക്സ്റ്റ് നോക്കാമെന്ന് വെച്ചു. ാണുള്ളത്. നമുക്കപ്പോൾ ഇത്രയും പോർഷൻസാണ് ടീച്ചർ യൂണിറ്റ് ടെസ്റ്റിന് വരും എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റിലും കൂടെ ഒന്ന് നോക്കാമെന്ന് വെച്ചു. ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് വരുന്ന ആ നോട്ടിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഞാൻ ബോട്ടണി അത് തന്നെ നോക്കാം. പിന്നെ ഇതിപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് കൊണ്ടാണ് ഞാൻ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്ത് കഴിഞ്ഞത്. അതായത് എനിക്ക് തോന്നുന്നു നമുക്കിനി പഠിക്കാനുള്ളത് ഔട്ട് ബ്രീഡിങ് ഡിവൈസും പിന്നെ ഈ സീഡിൻ്റെ പോർഷനും മാത്രമാണ് കേട്ടോ. അതൊഴിച്ച് ബാക്കിയെല്ലാം റിവൈസ് ചെയ്ത് കഴിഞ്ഞത് ഒരു 15 മിനിറ്റ് ഉണ്ട്. കാര്യം ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഇതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിപ്പുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ ക്ലാസ്സിൽ ഇത് റിവൈസ് ചെയ്ത് ഇപ്പോൾ ഓൾറെഡി ഇത് നല്ല രീതിയിൽ അറിയാം. അപ്പോൾ ഒറ്റ തവണ വായിക്കുമ്പോൾ തന്നെ ആ ഒരു നല്ലതുപോലെ മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ആ ഒരു യൂസും മനസ്സിലാവുന്നുണ്ട്. പിന്നെ കുറച്ച് ക്ലീൻ ആക്കിയൊക്കെ വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 സൈഡിലെ സ്റ്റഡി ടേബിളൊക്കെ ഒന്ന് ജസ്റ്റ് അറേഞ്ച് ആക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത മലയാളം പഠിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ മഴ പെയ്യുന്നു കണ്ടപ്പോൾ എന്നാൽ പിന്നെ മഴയത്തൊക്കെ ഇരുന്ന് പുറത്തിരുന്ന് പഠിക്കാമെന്നും പറഞ്ഞാണ് ഇറങ്ങിയത്. പക്ഷേ നമ്മൾ വന്നപ്പോൾ മഴ തീർന്നു.
എന്നാലും കുഴപ്പമില്ല, നമുക്കെന്നാൽ ഇവിടെ ഇരുന്ന് ഈ ഒരു ആംബിയൻസിൽ പഠിക്കാം. ഈ ഒരു ചാപ്റ്ററാണ് യൂണിറ്റ് ടെസ്റ്റിനുള്ളത്, കണ്ണാടിയും കാൺമോളവും. അപ്പോൾ ഈ ഒരു ഇതിൽ നമ്മൾ ലാസ്റ്റ് ഇയർ പഠിച്ച ആ സെയിം കാര്യം തന്നെയാണ് ദുഷ്യന്തനും ശകുന്തളയും, പക്ഷേ കഥ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങളൊന്നുമല്ല ഇവിടെ പറയുന്നത്. സോ മൊത്തത്തിൽ വായിച്ചിട്ട് കിളി പറഞ്ഞെങ്കിലും കുഴപ്പമില്ല, ഇപ്പോൾ അർത്ഥമൊക്കെ മനസ്സിലായി വരുമ്പോൾ ഓക്കെ. പക്ഷേ ഇപ്പോഴും ഓരോന്ന് എഴുതി വരുമ്പോൾ അഭിജ്ഞാന ശാകുന്തളവും ഇടയ്ക്ക് കയറി വരുന്നുണ്ട്. അതാണിപ്പോൾ ഉള്ള പ്രശ്നം. എന്തായാലും നമുക്ക് ഈ കവിത ഹായ് ഗായ്സ്, ബ്രേക്കൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി പഠിക്കാനുള്ളത് സുവോളജിയും മാത്സും പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷുമാണ്. മലയാളം ബോട്ടണി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ മാത്സ് പഠിക്കാനാണ് എടുത്തേക്കുന്നത്. നമുക്ക് മെട്രിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് യൂണിറ്റ് ടെസ്റ്റിനുള്ളത്. അത് ഓൾറെഡി സൈഡിൽ പഠിച്ചുകൊണ്ട് തന്നെ പഠിച്ച നോട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയതാണ്. പക്ഷേ ഞാൻ വൺ ഷോട്ട് കണ്ടിട്ട് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ആക്കാമെന്നും പറഞ്ഞാണ് ഇരിക്കുന്നത്. പിന്നെ ഫുഫുസാൻ്റെ ക്ലാസ് കൊണ്ട് മെട്രിസസ് പഠിച്ചു. പിന്നെ എനിക്ക് തിയറി പോർഷനിൽ അറിയാവുന്നതാണെങ്കിൽ അത് സ്കിപ്പ് അടിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓൾറെഡി ഇത് ആപ്പിലെടുത്ത സമയത്ത് നല്ല ഡെപ്തിൽ തന്നെ പഠിപ്പിച്ചു. പിന്നെ അത് മാത്രമല്ല, ഓരോ ക്വസ്റ്റ്യൻസ് കഴിയുമ്പോഴും ഇപ്പോൾ അതിൽ ഡിസ്കസ് ചെയ്യാത്ത എൻ സി ആർ ടി ക്വസ്റ്റ്യൻസ് ഞാൻ എൻ സി ആർ ടി ബുക്കിൽ നോക്കിയിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള എല്ലാവരുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മാത്സ് പഠിക്കുമ്പോൾ മാക്സിമം എൻ സി ആർ ടിയിലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കാൻ നോക്കുക. കാര്യം ഇൻ കേസ് ഇത് ടഫാക്കുന്നു എന്നൊരു ലെവൽ വന്നാലും എൻ സി ആർ ടിയുടെ ഉള്ളിൽ നിന്നായിരിക്കും മാക്സിമം ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും പി വൈ ക്യൂവിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുക. അങ്ങനെ ചെയ്യാതെ എൻ സി ആർ ടിയിലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് ലെവൽ വന്നാലും കുറച്ചുകൂടി ഈസി ആയിരിക്കും. പിന്നെ ഇംഗ്ലീഷിലെ 2 ചാപ്റ്റർ, 3 L's of Empowermentഉം അതുപോലെ തന്നെ എനി വുമനും. അപ്പോൾ ആ ചാപ്റ്റേഴ്സ് നമുക്ക് പ്രത്യേകിച്ച് ക്ലാസ്സൊന്നും കാണേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതായത് സ്കൂളിൽ പഠിപ്പിച്ചതിന് ശേഷം കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെത്താനെ ചെയ്യുന്നത്. അപ്പോൾ ഈ തന്നെത്താനെ ഈ സ്പീച്ചും കാര്യങ്ങളൊക്കെ എഴുതിയതുകൊണ്ട് തന്നെ ഒരുവിധം ഇപ്പോൾ അതിൻ്റെ തീംസും കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് ജസ്റ്റ് ടെക്സ്റ്റ് വായിച്ചാൽ തന്നെ ഇറ്റ്സ് ഇനഫ് എന്നുള്ളൊരു ലെവലാണ്. പിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ 2 വർക്ക്സും അത്യാവശ്യം ഓക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നൊരു ലെവലായിട്ടൊക്കെ പോയി. പക്ഷേ എന്തൊക്കെയോ എവിടെയൊക്കെയോ എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ ആയിട്ട് അത്ര മാച്ചബിൾ അല്ലാത്തതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓരോരുത്തരുടെ വ്യക്തിപരമായ അഭിപ്രായമായിരിക്കും. പക്ഷേ ചില കോഡ്സും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഇഫ് വി ഡെയർ ദ ഡിഫറൻസ് വിൽ ഡെലിവർ, ദാറ്റ് ടൈപ്പ് ഓഫ് ഇത്. പിന്നെ നമ്മളടുത്ത് സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് നമ്മൾ നമ്മുടെ കംഫർട്ടിനേക്കാൾ കൂടുതൽ പ്രയോറിറ്റി നമ്മുടെ ഗ്രോത്തിന് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു വിജയം കിട്ടാൻ പറ്റത്തുള്ളൂ എന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ആയിട്ടുണ്ട്. ആൻഡ് ഞാൻ ടെക്സ്റ്റ് വായിക്കുന്ന ടൈമിൽ നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ലൈൻസ് ഉണ്ടാവില്ല, അത് വായിക്കും. അത് കഴിഞ്ഞ് ചാപ്റ്റർ വായിച്ചിട്ട് അതിലെ ഓതറിൻ്റെ ഡീറ്റെയിൽസ് വായിക്കും, ഗ്ലോസറി വായിക്കും. അതുപോലെ തന്നെ അതിൽ ചിലപ്പോൾ തിങ്ക് ആൻഡ് റൈറ്റിലൊക്കെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ നമുക്ക് തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കും. സോ ഗൈസ്, നമ്മൾ പ്ലാൻ ചെയ്തതിൽ സുവോളജി ബാക്കിയെല്ലാം കവറാക്കിയിട്ടുണ്ട്. സുവോളജി മാത്രമേ ഇനി ഉള്ളൂ കേട്ടോ പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് പ്ലാൻ ചെയ്തത്. അതെന്തായാലും നൈറ്റ് ടൈമിൽ വല്ലതും പഠിക്കാമെന്ന് വിചാരിച്ചു. കാര്യം ഇപ്പോൾ പേഴ്സണലി ഫീൽ ആവുന്നുണ്ട് പഠിച്ചത് മതിയെന്ന്. എനിക്കങ്ങനെ ഒരു ഫീൽ വന്നാൽ പിന്നെ ഞാൻ പഠിക്കത്തില്ല കേട്ടോ. പിന്നെ അത് പഠിച്ചാൽ ചുമ്മാ ബുക്ക് തുറന്ന് വെച്ചിരിക്കുന്നതായിരിക്കും. കാര്യം അത് പഠിക്കുന്നതുകൊണ്ട് ഒരു ഔട്ട്പുട്ടും കിട്ടത്തില്ല. എനിക്ക് പേഴ്സണലി പഠിക്കാൻ തോന്നാതെ പഠിച്ച. അതുകൊണ്ട് എന്തായാലും ഇന്നത്തെ പഠിത്തം ഇപ്പോൾ ഉള്ളത് സ്റ്റോപ്പ് ചെയ്യാമെന്ന് വെച്ചു. ഇനി ഓക്കെ ആകുമ്പോൾ ഇന്ന് വൈകിട്ട് സുവോളജി കവറാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.